ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. ആണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും ഒന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ്. നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഷാജിദ ഷാജിയെ അറിയാത്തവർ കുറവായിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അവർ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോയിൽ പറഞ്ഞത് ഭർത്താവിൻ്റെ സഹോദരന്മാർ കാരണമാണ് ഈ മരണം സംഭവിച്ചത്, അവരാണ് ഉത്തരവാദികൾ, പിന്നെ പുള്ളിയുടെ കടയൊക്കെ അവർ തട്ടിയെടുത്തു എന്ന് പറഞ്ഞു ഒരുപാട് ആരോപണങ്ങൾ പുള്ളിക്കാരി അവർക്ക് നേരെ ഉന്നയിച്ചിരുന്നു. ആ വീഡിയോ ആകട്ടെ വൈറലാകുകയും ഷാജിദയ്ക്ക് അതുവഴി ധാരാളം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടുകയും ചെയ്തു. ഏതാണ്ട് ഒരു 6 മാസങ്ങൾക്ക് എന്തോ മുമ്പ് തുടങ്ങിയ ചാനലാണെന്ന് തോന്നുന്നു. അത് കാരണം ഈ വീഡിയോ കാരണമാണ് അവരെ ഒരുപാട് പേര് അറിയാനിട വന്നതും. ഈ കഥകളൊക്കെ അവർ പറഞ്ഞു കേട്ടപ്പോഴേക്കും കേട്ടവർക്ക് ഇവർക്ക് നേരെ സിമ്പതി തോന്നുകയും കഷ്ടം തോന്നിയത് കാരണം ഒരുപാട് പേര് ഇവർക്ക് സബ്ബൊക്കെ ചെയ്തു ഇവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ കഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് ഷാജിദയുടെ സംസാര ശൈലിയൊക്കെ മാറുകയും കുറച്ച് ധാർഷ്ട്യത്തോടൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തത്. ഇതോടെ ധാരാളം വിവാദങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാകാൻ തുടങ്ങുകയും ഒരുപാട് പേര് ഷാജിദയ്ക്ക് എതിരാകുകയും ഒക്കെ ചെയ്തു. ഇവർ വലിയ ഉഡായിപ്പുകളൊക്കെ കാണിക്കുന്ന ഒരു ഫാമിലി വ്ളോഗർ എന്നൊരു പേര് വരികയും ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി ആദ്യം സങ്കടത്തോടെയൊക്കെ ചെയ്ത വീഡിയോ കണ്ടിട്ട് കഷ്ടം തോന്നി. ഒരുപാട് പേര് ആ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ നല്ല റീച്ച് കിട്ടുകയും ധാരാളം സബ്സ്ക്രൈബേഴ്സിനെ ഇവരുടെ ചാനലിന് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നെയാണ് സംഗതിയൊക്കെ മാറി. ഇവരെക്കുറിച്ച് നല്ലത് പറഞ്ഞവരെയൊക്കെ ഇവർ മോശക്കാരിയാക്കി ചിത്രീകരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് സ്വന്തം ഉമ്മയാണ് ഇപ്പോഴത്തെ പുള്ളിക്കാരിയുടെ ശത്രു. അതായത് സ്വന്തക്കാരിൽ ഇനി പുള്ളിക്കാരിയുടെ ഉമ്മ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി ശത്രുതയ്ക്കും അവർക്ക് എതിരെയാണ്, ആ ഉമ്മയ്ക്കെതിരെ ഇപ്പോൾ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ വന്നതിൽ ഈ ഷാജിദ പറഞ്ഞിരുന്നത് ഉമ്മ ഷാജിദയും കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിന് പുറത്താക്കി എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. അന്ന് രാവിലെ എൻ്റെ ഉമ്മാനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFC കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും. ഞാൻ KFCൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് കുറച്ച് കഴിച്ചിട്ടുള്ളൂ, മക്കൾക്ക് മാത്രമേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡിൻ്റെ ഇതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ അല്ല, എൻ്റെ ഉമ്മ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിൽ എൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. പൈസൻ്റെ കാര്യത്തിൽ മാത്രം ഒരു നടപടിയാക്കി ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കുക വേറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വില പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റിമറിച്ചിട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ പണിസ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കുക കോടതി അതൊരു. അപ്പോൾ ഷാജിദ മക്കളുമൊത്ത് KFCയിലൊക്കെ പോവുകയും അവിടെ വെച്ചിട്ട് വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം ഉമ്മ ഷാജിദയും മക്കളെയൊക്കെ വീട്ടിൽ നിന്നും പുറത്താക്കിയ കഥകളൊക്കെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കേട്ട് കാണും. വീട്ടിൽ പുറത്തായ സംഭവവും പിന്നെ ഉമ്മയുടെ ആങ്ങളയുടെ മകൻ തല്ലി എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാജിദ വന്നിട്ട് പോലീസിൽ പരാതി കൊടുക്കുകയുണ്ടായി.
അനുകൂല സാക്ഷികളൊന്നും ഇല്ലാത്തതിനാൽ കേസൊന്നും നടന്നില്ല. പിന്നെ പോലീസുകാർ വന്നിട്ട് സാക്ഷികൾ ആരെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ എന്തോ അതൊന്നും മുമ്പോട്ട് പോയില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ കാണുമ്പോഴേക്കും കാണുന്നവരെന്താ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, പാവം ഈ പെണ്ണ് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും കണക്കും കയ്യുമില്ല. 5 മക്കളാണ് അവർക്ക് സംരക്ഷിക്കേണ്ടതുള്ളത്. അപ്പോൾ ഇനി എന്തിനു വേണ്ടിയാണ് പുറത്താക്കിയത് എന്ന് ഉള്ളതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഷാജിദയുടെ തന്നെ കുറേ വീഡിയോസ് കണ്ടാൽ അതിൽ നിന്നും തന്നെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരുപാട് പേര് ആ ചാനൽ ഫോളോ ചെയ്യാത്തത് കാരണം ധാരാളം പേര് അതിൽ വരുന്ന വീഡിയോസൊന്നും കാണാറില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവരുടെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോഴേക്കും അവർ പ്രധാനമായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ തൻ്റെ സ്വന്തം ചാനലിൽ സ്വന്തം ഉമ്മയും അനിയത്തിമാരെയും ഒക്കെ കുറിച്ചിട്ട് കുറ്റം പറയുന്ന വീഡിയോസൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഉമ്മായ്ക്ക് കൂടുതൽ സ്നേഹം സഹോദരിമാരോടൊക്കെയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് പുള്ളിക്കാരിയുടെ പ്രശ്നം. ഇടയ്ക്ക് ഈ പുള്ളിക്കാരി വന്നിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം കറങ്ങാൻ കോയമ്പത്തൂരിലൊക്കെ പോയി. അതിനെക്കുറിച്ചിട്ട് ഒക്കെ വീഡിയോ ഇടുകയും ചെയ്തു. അപ്പം അതിൽ നിന്നുമാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ വോയിസ് കേട്ടാൽ മനസ്സിലാക്കുവാൻ സാധിക്കും പുള്ളിക്കാരി എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം. പെങ്ങള് എനിക്ക് പ്രഗ്നന്റ് ആയി, എന്റെ ഇക്ക മരിച്ചപ്പോ എനിക്ക് ഗർഭമുണ്ടാക്കിയവള്, അവളുടെ മകള് തള്ളെ പിറുവിറുക്കണ്ട. പിറുവിറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളെ. വായു പിറുവിറുക്കാണ്ടിരുന്നാ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും. പിറു 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. ഞാനിവിടെ വോയിസ് കൊടുക്കാണ്. ഇരിക്കണം. എന്തിനാ എന്നെ പിറുപിറു പറയണ്? എന്താ പ്രാന്തുണ്ടോ നിങ്ങക്ക്? അപ്പൊ നമ്മള് എന്താ പറയാ, അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കേട്ടോ നമ്മള് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവന്നെയാണ്. എന്റെ മാനം പോവും, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ അപ്പനെ പറയണ്ട, അപ്പനെ നിങ്ങൾ നോക്കണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്റെ അപ്പനെ പറയണ്ട. ഞാൻ നോക്കും. എന്റെ അത്ത എന്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസ്സായി നോക്കും. വരാൻ പറയും, ഞാൻ എന്റെ വീട്ടിൽ കൊടുന്നിരുത്തും. എന്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ്, ഞാൻ കൊടുന്നിരുത്തും. നന്നായി അന്തസ്സായി ഷാജി നോക്കും. ഇപ്പൊ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട്. ഞാൻ നോക്കും. നിങ്ങളെ ആട്ടിവിടുന്ന പോലെ അല്ല എന്റെ അത്താനെ. നിങ്ങളെ ആട്ടിവിടെ മടാളും കത്തിയെടുത്തിട്ട് ആട്ടിവിടുന്നതല്ല. പാതുകാപ്പ് നിങ്ങൾക്ക് എന്തിനാ പാതുകാപ്പ്? നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതുകാപ്പാൻ. അങ്ങനെ നമ്മള് അവിടെ എത്തി, സൗരിവാളയിൽ എത്തി. ഞങ്ങള് ബസ് ഇറങ്ങിയിട്ട് നേരെ സൗരിവാളയല്ല കേട്ടോ, ഉടയോമ്പാളയാണ്. ആ തള്ളങ്ങനെ പുരുവിർത്തോണ്ടിരിക്കും. അത് നിങ്ങള് കണക്കാക്കണ്ട, അതങ്ങനെയാണ്. 60 വയസ്സായ ചൊറിയെന്നാ പറയും. അപ്പോൾ പുള്ളിക്കാരി ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സത്യത്തിൽ കേൾക്കുന്നവർ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം വീട്ടിൽ പ്രൈവറ്റായിട്ട് പലരും പല കാര്യങ്ങളുമൊക്കെ ചെയ്യും. അപ്പം അതൊക്കെ ഷൂട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? ഇത് വീട്ടിൽ തന്നെ നിൽക്കേണ്ട സംഭവം ഈ പബ്ലിക്കായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നിട്ട് പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. വീട്ടിനകത്തിരിക്കേണ്ട കാര്യങ്ങൾ 4 പേരുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് വലിയ ഒരു പ്രശ്നത്തിലേക്ക് ഉള്ളൊരു പോക്കാണ് ഈ പുള്ളിക്കാരി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും ഉമ്മ പുള്ളിക്കാരിയെ വെളിയിലാക്കിയത്. കാരണം ഇനിയെങ്കിലും പുള്ളിക്കാരിക്ക് കുറച്ച് മനസ്സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് കരുതി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അടുത്തിടെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് വന്നിരുന്ന് കണ്ടപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചുറ്റിലും നടക്കുന്നുണ്ട്. ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ ഉമ്മയായാലും മറ്റേ ഒരുപാട് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ സഹായിച്ച ആളുകളെ ആയാലും ഒക്കെ പുള്ളിക്കാരി തള്ളി പറയുന്നത്, പുള്ളിക്കാരി ഒരു പക്ഷേ പുള്ളിക്കാരിയുടെ മാനസികാവസ്ഥ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ കാരണമായിരിക്കാം ഇങ്ങനെയൊക്കെ പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നത്. അതെന്തോ ആകട്ടെ.
ഈ പബ്ലിക്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പ്രൈവറ്റാക്കി വെച്ചില്ലെങ്കിലും ഇതൊക്കെ എല്ലാ ആളുകളുടെയും മുമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ വന്നിട്ട് ഒരു വലിയ ഒരു ചെളി വാരി എറിയുന്നത് പോലെ ആകും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. കാര്യം ഇങ്ങനെ പറഞ്ഞ് വീഡിയോസും ആ വോയിസും ഒക്കെ പുറത്ത് വിടാതിരുന്നിരിക്കാം. അത് എങ്ങനെയെങ്കിലും ഉമ്മയുമായിട്ട് സ്വന്തം ഉമ്മയല്ലേ അത് സംസാരിച്ച് തീർക്കുന്ന രീതിയിൽ ചെയ്തിരിക്കാം. പക്ഷേ ആ സമയം പുള്ളിക്കാരുടെ മെൻറ്റാലിറ്റി എങ്ങനെയായിരുന്നു, എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനമായിരിക്കാം പുള്ളിക്കാർ റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടവരിൽ ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ഈ പുള്ളിക്കാരി ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.